ഈ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ LDF തകർന്നെന്നോ? CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കുത്തൊലിച്ചു പോയെന്നോ? ആരോടാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയും പോലെ കുത്തൊലിച്ച് ഈ നാട്ടിൽ നിന്ന് കടപുഴുകി പോകാൻ ഈ പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് എന്നല്ല. ഒരു വലിയ പരാജയം ഉണ്ടാകുമ്പോൾ കുത്തൊലിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി രാപ്പാർക്കാൻ, മറ്റ് ജില്ലകളിൽ പോയി കൂടുകെട്ടാൻ ഇതിന്റെ പേര് UDF മുന്നണികളിലുള്ള പാർട്ടികളുടെ പേരല്ല. ഇത് CPM-ഉം LDF മുന്നണി സമവാക്യങ്ങളുമാണ്. നോക്കൂ, കേരളത്തിൽ ഇതിനു മുമ്പും വലിയ പ്രതിസന്ധികളെ ഈ പാർട്ടി നേരിട്ടിട്ടുണ്ട്. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, LDF എന്ന മുന്നണി സംവിധാനങ്ങൾ 2010-ൽ UDF നേടിയെടുത്ത വലിയ വിജയത്തിന്റെ അത്രയും ഈ വിജയം ഇല്ല എന്ന് രാഷ്ട്രീയ കേരളം തിരിച്ചറിയുന്നു കൂടിയുണ്ട്. ഇവിടെ 580-ന് പുറത്ത് സീറ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ 500-ന് തൊട്ട് മുകളിൽ എന്നുള്ള നിലയിലേക്ക് വരുന്നത്. അതിനുശേഷം എന്താണ് 2011-ൽ സംഭവിച്ചത്? 2011 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ UDF-ന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 72 സീറ്റ് എന്ന ബ്രിം ലെവലിലാണ് UDF അന്ന് അധികാരമേറ്റെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ എടുത്തു വെച്ച മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തേരോട്ടം നിയമസഭയിൽ ആവർത്തിക്കാൻ 2011-ൽ കഴിഞ്ഞില്ല രാഷ്ട്രീയ കേരളത്തിൽ. പിന്നീട് 2015-ൽ 2% വോട്ട് മാത്രമാണ് UDF-നേക്കാൾ LDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് സംഭവിച്ചു? 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90-ന് മുകളിലേക്ക്, അതായത് 2%-ൽ നിന്ന് 6%-ന് മുകളിലേക്ക് സീറ്റ് വർദ്ധിപ്പിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നതിന്റെ വലിയ വ്യത്യാസമാണ് നിയമസഭയിൽ ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുന്നത് അതുപോലെ സംഭവിക്കുന്നതാണ് പിന്നീട് നിയമസഭാ ചരിത്രത്തിൽ കാണുന്നത് എന്ന മണ്ടത്തരങ്ങളെയാണ് ഈ 2 ഡേറ്റകൾ പറഞ്ഞു വെക്കുന്നത്. ഈ നാട്ടിൽ വികസനം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ വരാനിരിക്കുന്ന 3.5 മാസം ഈ പറയുന്ന നാട്ടിലെ ജനങ്ങളെ കണ്ടറിഞ്ഞ് തെറ്റുതിരുത്തി വന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ മാറ്റി മുന്നോട്ട് പോകാൻ ഈ ലോകത്ത് ഏതെങ്കിലും പാർട്ടിക്ക് കഴിയുമെങ്കിൽ ആ പാർട്ടിയുടെ പേരാണ് CPIM. ആ സംവിധാനത്തിന്റെ പേരാണ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. എന്തുകൊണ്ടാണെന്നോ? ഇതുപോലെ കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന, പാറശാല മുതൽ കാസർഗോഡ് വരെ ഒരൊറ്റ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഈ മുന്നണി സംവിധാനത്തിനല്ലാതെ മറ്റാർക്കാണ് അതിന് കഴിയുക? നോക്കൂ, ഇതുപോലെ തകർന്നു പോയിരുന്നത് കോൺഗ്രസോ UDF-ഓ ആയിരുന്നെങ്കിൽ നമുക്ക് 100% ഉറപ്പിച്ചു പറയാമായിരുന്നു ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടമേ രാഷ്ട്രീയ കേരളമെന്ന്. അങ്ങനെയല്ല ഇവിടെ. ഇത് പഠിച്ചിട്ട് പറഞ്ഞു തിരുത്താൻ, അങ്ങനെ തിരുത്തൽ എവിടെ വേണമെന്ന് കണ്ടെത്തിയാൽ അത് ഞൊടിയിടയ്ക്കുള്ളിൽ മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സംഘടനാ സംവിധാനവും ഉണ്ട് CPM-നും LDF-നും. അതുകൊണ്ട് തന്നെ മണ്ടത്തരമെന്നേ ഇതിന്റെ ഒരു വലിയ ആവർത്തനമാണ് 2026-ൽ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു പരത്തുന്നവരോട് പറയാനുള്ളൂ.